We are going to learn 9th സ്റ്റാൻഡേർഡ് ജോഗ്രഫി ചാപ്റ്റർ 1 ലോകത്തിന്റെ നെറുകയിൽ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹിമാലയത്തെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അവിടുത്തെ തടാകത്തെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ചന്ദ്രതാൽ തടാകം, അതുപോലെ വേറെ ഏതൊക്കെ ചുരങ്ങൾ, റോഹ്താങ് ചുരം എന്ന് പറയുന്നത് ഏതിനെയൊക്കെയാണ്, അതായത് കുളു താഴ്വരയെ ലാഹുൽ, സ്പിതി എന്നീ താഴ്വരകളുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഈ പിക്ചറിൽ കൊടുത്തിട്ടുള്ള റോഹ്താങ് ചുരം എന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ കുളു, കംഗ്ര, അതുപോലെ ലാഹുൽ തുടങ്ങിയ മനോഹരമായ താഴ്വരകളും സുഖവാസ കേന്ദ്രങ്ങളായ ഷിംല, മണാലി എന്നിവയും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഇടങ്ങളാണ്. ഏതാണ്? ഹിമാലയത്തിലെ മനോഹരമായ താഴ്വരകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? കുളു, കംഗ്ര, അതുപോലെ ലാഹുൽ എന്ന് ഓർത്തു വെക്കുക. അതുപോലെ അത് കൂടാതെ ഏതൊക്കെയാണ് വരുന്നത്? സുഖവാസ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? ഷിംലയും മണാലിയുമാണ്. ഏതൊക്കെയാണ്? ഷിംലയും മണാലിയുമാണ് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രധാന കേന്ദ്രങ്ങളെന്ന് ഓർത്തു വെക്കുക. അതുപോലെ ശൈത്യവും മഞ്ഞുവീഴ്ചയും അനുഭവപ്പെടുന്ന ഈ പ്രദേശങ്ങളിൽ പലയിടങ്ങളിലായി ചൂട് നീരുറവകളൊക്കെ കാണപ്പെടുന്നു. നീരുറവകൾ കാണപ്പെടുന്നത് ഹിമാലയത്തിലാണ് എന്ന് ഓർത്തു വെക്കുക. ഇവിടെ കുളു താഴ്വര കൊടുത്തിട്ടുണ്ട്, കണ്ടോ. അപ്പൊ എങ്ങനെയാണ് ഈ ചൂട് നീരുറവകൾ രൂപം കൊള്ളുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് മഴവെള്ളം എന്ത് ചെയ്യുന്നു? നമുക്കറിയാം, ഭൂമിക്കടിയിലേക്ക് കുറച്ച് മഴവെള്ളം ഭൂമിക്കടിയിലേക്ക് പോകുമല്ലേ. അപ്പോൾ ഭൂമിക്കടിയിലേക്ക് ഊർന്നിറങ്ങി എന്ത് ചെയ്യും? ഭൂഗർഭജലത്തിന്റെ ഭാഗമായി മാറുന്നു. പർവ്വത രൂപീകരണം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ സജീവമായ ഇടങ്ങളിൽ ഇത് എന്ത് ചെയ്യും? ഭൗമോപരിതലത്തിന് അടിയിലെ ശിലാപാളികൾ എന്ത് ചെയ്യും? ചൂടുപിടിക്കുകയും ഈ ശിലകൾ ഭൂഗർഭജലത്തെ ചൂടാക്കുകയും ചെയ്യുന്നു. അതുപോലെ ഇങ്ങനെ ചൂടുപിടിച്ച ഈ ഭൂഗർഭജലം എന്ത് ചെയ്യുന്നു? ഭൗമോപരിതലത്തിൽ ഉറവകളായെത്തുന്നതാണ് ചൂട് നീരുറവകൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ചൂട് നീരുറവകൾ എന്താണെന്ന് മനസ്സിലായല്ലോ. അതുപോലെ ഹിമാലയ പർവ്വത ഭാഗങ്ങളിൽ ധാരാളം എന്തുണ്ട്? ചൂട് നീരുറവകൾ കാണാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? നുബ്ര താഴ്വര. ഏതൊക്കെയാണ്? നുബ്ര താഴ്വര, അതുപോലെ മണികരൺ, ഖീർഗംഗ എന്നിവയൊക്കെയാണ് പ്രധാനപ്പെട്ട ചൂട് നീരുറവകൾ എന്ന് ഓർത്തുവെക്കുക. അതുപോലെ ചൂട് നീരുറവകളിൽ നിന്നുമുള്ള ഭൗമ താപോർജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാനും സാധിക്കും. ഹിമാചൽ പ്രദേശിലെ മണികരൺ എന്ന് പറയുന്ന ചൂട് നീരുറവയിൽ നിന്നും ഇത്തരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ചിലപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഹിമാചൽ പ്രദേശിലെ ഏത് ചൂട് നീരുറവയിൽ നിന്നാണ് വൈദ്യുതി ഉൽപാദനം നടത്തുന്നത് എന്ന് ചോദിച്ചാൽ ഏതാണ്? മണികരൺ ആണെന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ഇവിടത്തെ പ്രധാനപ്പെട്ട ചൂട് നീരുറവകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? നുബ്ര താഴ്വര, മണികരൺ, ഖീർഗംഗ എന്നിവയാണ്. ഓക്കെ, അണ്ടർസ്റ്റുഡ്. നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് ഉത്തരാഖണ്ഡ് ഹിമാലയം എന്താണെന്ന് നോക്കാം. അതായത് സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ള ഹിമാലയ പ്രദേശത്തെയാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഏതു മുതൽ ഏതു വരെയാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? സത്ലജ് നദി മുതൽ, അതായത് കാളി നദി വരെ ഉള്ള ഹിമാലയ പ്രദേശത്തെ അറിയപ്പെടുന്ന പേര് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് ഓർത്തു വെക്കുക. ഇതിന്റെ പടിഞ്ഞാറ് ഭാഗം എന്ത് ചെയ്യുന്നു? ഗഡ്വാൾ ഹിമാലയം എന്നും കിഴക്കൻ ഭാഗത്തെ കുമവൂൺ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. അപ്പൊ എന്താണ്? ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തെ എന്താണ് അറിയപ്പെടുന്നത് ചോദിച്ചാൽ എന്താണ്? ഗഡ്വാൾ ആണ്. കിഴക്കൻ ഭാഗത്തെ അറിയപ്പെടുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? കുമവൂൺ ഹിമാലയം എന്നും ഓർത്തു വെക്കുക. ഈ പാഠത്തിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, നല്ല വായിച്ചു പഠിക്കുക. ഓക്കെ. അതുപോലെ തന്നെ നന്ദാദേവി, കാമറ്റ്, ബദരിനാഥ്, കേദാർനാഥ് തുടങ്ങി ഉയരമേറിയ കൊടുമുടികൾ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ നന്ദാദേവി, കാമറ്റ്, അതുപോലെ ബദരിനാഥ്, കേദാർനാഥ് തുടങ്ങിയ ഉയരമേറിയ കൊടുമുടികൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് തന്നിട്ട് ചോദിക്കും ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ കൊടുമുടികൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു വെച്ചാൽ മാത്രമേ അത് എഴുതാൻ പറ്റുകയുള്ളൂ. ഏതൊക്കെയാണ്? നന്ദാദേവി ഉണ്ട്, കാമറ്റ് ഉണ്ട്, ബദരിനാഥ് ഉണ്ട്, കേദാർനാഥ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന കൊടുമുടികളെന്ന് ഓർത്തുവെക്കുക.
അതുപോലെ ഗംഗ, യമുന എന്നീ നദികളുടെ ഉത്ഭവസ്ഥാനമാണ് ഏതൊക്കെ? ഗംഗോത്രി, അതുപോലെ യമുനോത്രി തുടങ്ങിയ ഹിമാനികളും നൈനിതാൽ, ഭീംതാൽ തുടങ്ങിയ ശുദ്ധജല തടാകങ്ങളും ഈ മേഖലയിലുണ്ട്. അപ്പോൾ നമ്മുടെ ഗംഗോത്രിയും യമുനോത്രിയും എന്നറിയപ്പെടുന്ന ഹിമാനികളും അതുപോലെ നൈനിതാൽ, ഭീംതാൽ തുടങ്ങിയ ശുദ്ധജല തടാകങ്ങളും എവിടെയാണ് കാണപ്പെടുന്നത്? ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ് കാണപ്പെടുന്നത് എന്ന് ഓർത്തുവെക്കുക. ഇവിടെ നൈനിതാൽ തടാകം തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ലെസ്സർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കുമിടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളെ അറിയപ്പെടുന്ന പേര് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ദൂണുകൾ എന്ന് ഓർത്തുവെക്കുക. അപ്പോൾ ലെസ്സർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കുമിടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളെ അറിയപ്പെടുന്ന പേരെന്താണ്? ദൂണുകൾ എന്ന് ഓർത്തുവെക്കുക. എന്താണ്? ദൂണുകൾ. അത് കഴിഞ്ഞ് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ദേരാദൂൺ, അതായത് ഡെറാഡൂൺ ഇതിൽ പ്രസിദ്ധമാണ്. അപ്പോൾ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ഡെറാഡൂൺ ഇവിടെ പ്രസിദ്ധമാണ്. ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളതാണ് ഏത്? ഡെറാഡൂൺ എന്ന് പറയുന്നത്. ഇത് ഉത്തരാഖണ്ഡിലാണെന്ന് ഓർത്തുവെക്കുക. ഇവിടങ്ങളിലെ ഉയർന്ന പർവ്വത ചരിവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളെയാണ് ബുഗ്യാൽ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഉത്തരാഖണ്ഡിലെ ഹിമാലയത്തില് ഉള്ള പ്രത്യേകത എന്താണ്? ഇവിടെ വേനൽക്കാലത്ത് കാണപ്പെടുന്ന പുൽമേടുകളെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? ബുഗ്യാൽ എന്ന് ഓർത്തുവെക്കുക. അതുപോലെ ശൈത്യകാലത്ത് മഞ്ഞിലടിയിലാകുന്ന ബുഗ്യാലുകൾ എന്ത് ചെയ്യുന്നു? പലയിടങ്ങളിൽ വിനോദസഞ്ചാരത്തിനായി പ്രയോജനപ്പെടുത്തുന്നു. ഉദാഹരണമായി ദയാര ബുഗ്യാൽ, അതുപോലെ ഗോർസോൺ ബുഗ്യാൽ എന്ന് പറയുന്നത്. അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ അടുത്തത് എന്താണ് ബുഗ്യാലും ആട്ടിടയന്മാർ? അത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ഓക്കെ. അതായത് ഹിമാലയത്തിൽ ഏകദേശം 3000 മുതൽ 4500 മീറ്റർ ഉയരത്തിനിടയിൽ അതായത് കാണപ്പെടുന്ന പുൽമേടുകളാണ് ഗഡ്വാൾ എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? മേഖലയിൽ ബുഗ്യാൽ എന്നും അറിയപ്പെടുന്നു. ശൈത്യകാലങ്ങളിൽ മഞ്ഞു മൂടുന്ന ബുഗ്യാലുകൾ മഞ്ഞുരുകുന്നതോടെ എന്ത് ചെയ്യുന്നു? പച്ച പുതച്ച് പുൽമേടുകളായി മാറുകയും ചെയ്യുന്നു. ഈ അവസരങ്ങളിൽ എന്ത് ചെയ്യുന്നു? താഴ്വാരങ്ങളിൽ നിന്ന് ആട്ടിടയന്മാർ വളർത്തുമൃഗങ്ങളുമായി ബുഗ്യാലുകളിൽ എത്തുകയും താഴ്വാരങ്ങൾ വരണ്ടുണങ്ങുന്ന വേനൽക്കാലത്ത് സമൃദ്ധമായ പച്ചപ്പുള്ള ബുഗ്യാലുകളിൽ ഇവർ താൽക്കാലിക പാർപ്പിടങ്ങളൊക്കെ ഒരുക്കി വളർത്തു മൃഗങ്ങളോടൊപ്പം വസിക്കുകയൊക്കെ ചെയ്യും. അതുപോലെ മഞ്ഞുകാല ആരംഭത്തോടെ ഇവർ എന്ത് ചെയ്യുന്നു? മലയിറങ്ങുകയും അടുത്ത സീസൺ വരെ താഴ്വാരങ്ങളിൽ വസിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള അതായത് ഇങ്ങനെ ഈ പുൽമേടുകളിലേക്കുള്ള ഇടയന്മാരുടെ കാലിക ദേശാടനത്തെയാണ് ട്രാൻസ്ഹ്യൂമൻസ് എന്ന് വിളിക്കുന്നത്. എന്താണ്? ട്രാൻസ്ഹ്യൂമൻസ് എന്ന് വിളിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. ഓക്കെ. അടുത്ത എന്താണ് മധ്യ ഹിമാലയം എന്ന് നമുക്ക് നോക്കാം. മധ്യ ഹിമാലയം എന്ന് പറയുന്നത് കാളി നദി മുതൽ ടീസ്ത നദി വരെയുള്ള ഹിമാലയ പ്രദേശത്തെ അറിയപ്പെടുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? മധ്യ ഹിമാലയം എന്ന് ഓർത്തുവെക്കുക. അപ്പോൾ കാളി നദി മുതൽ ടീസ്ത നദി വരെയുള്ള ഹിമാലയ പ്രദേശത്തെ അറിയപ്പെടുന്ന പേരാണ് മധ്യ ഹിമാലയം. അതുപോലെ ഇതിനെ നേപ്പാൾ ഹിമാലയം എന്നും അറിയപ്പെടും. ചിലപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. നേപ്പാൾ ഹിമാലയം എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ്? ഹിമാലയ പ്രദേശം ഏതാണ് എന്ന് ചോദിച്ചാൽ മധ്യ ഹിമാലയമാണ്. ഈ മേഖലയുടെ ഭൂരിഭാഗവും നേപ്പാളിലാണ്. എവിടെയാണ്? നേപ്പാളിലാണ് മധ്യ ഹിമാലയം. മധ്യ ഹിമാലയത്തിന്റെ പടിഞ്ഞാറൻ ഭാഗം എന്ന് പറയുന്നത് എവിടെയാണ്? സിക്കിം, ഡാർജിലിംഗ് പ്രദേശങ്ങൾ മാത്രമാണ് ഇന്ത്യയിൽ ഉൾപ്പെടുന്നത്. ഓക്കെ. അപ്പോ നേപ്പാളിലാണ് മധ്യ ഹിമാലയം. അത് ഓർത്തു വെക്കുക. മധ്യ ഹിമാലയത്തിന്റെ പടിഞ്ഞാറൻ ഭാഗം സിക്കിമും അതുപോലെ ഡാർജിലിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് എവിടെയാണ്? നമുക്കറിയാം നേപ്പാളിലാണ്. എവിടെയാണ്? അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? മൗണ്ട് എവറസ്റ്റിനെയാണ്. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ നേപ്പാളിലാണ്. എവിടെയാണ്? നേപ്പാളിലാണ്. ഓർത്തു വെക്കുക. ഇത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഈ കാഞ്ചൻജംഗ പർവ്വതവും ഇന്ത്യ ചൈന അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാതുല ചുരവും ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. അത് ചിലപ്പോൾ ചോദിക്കാം. ഇന്ത്യ ചൈന അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാതുല ചുരം എവിടെയാണെന്ന് ചോദിച്ചാൽ അതും ഓർത്തു വെക്കുക. കാഞ്ചൻജംഗ പർവ്വതം എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? മധ്യ ഹിമാലയമാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മൗണ്ട് എവറസ്റ്റ് ആണ്. ഓക്കെ. അടുത്തത് കുതിച്ചൊഴുകുന്ന ടീസ്ത നദിയും അതിന്റെ നദീ
തീരത്തട്ടുകളും സിക്കിം ഹിമാലയത്തിന്റെ സവിശേഷതകളാണ്. അപ്പൊ ടീസ നദിയും അതിന്റെ നദീതീരത്തട്ടുകളും സിക്കിം ഹിമാലയത്തിന്റെ സവിശേഷതകളിൽ ഒന്നാണ്. ഈ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ അനുകൂല സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷുകാർ കൊളോണിയൽ കാലത്തു തന്നെ ഇവിടങ്ങളിൽ എന്ത് ആരംഭിച്ചു? തേയില കൃഷി ആരംഭിച്ചു. ഡാർജിലിംഗ് തേയില അന്താരാഷ്ട്ര തലത്തിൽ ഏറെ പ്രസിദ്ധമാണ്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ കിഴക്കൻ ഹിമാലയം നമുക്ക് നോക്കാം. അതായത് പടിഞ്ഞാറൻ ഹിമാലയത്തെ അപേക്ഷിച്ച് ഉയരം കുറഞ്ഞ മലനിരകളായ കിഴക്കൻ ഹിമാലയം ടീസ്ത നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ കാണപ്പെടുന്നു. അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻ വരാം. കിഴക്കൻ ഹിമാലയം ഏതു മുതൽ ഏത് വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത്? എവിടെയാണ്? ഉയരം കുറഞ്ഞ മലനിരകളായ കിഴക്കൻ ഹിമാലയം ടീസ്ത നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ കാണപ്പെടുന്നു. അസം ഹിമാലയം എന്നും കിഴക്കൻ ഹിമാലയത്തിന്റെ മറ്റൊരു പേരാണ് അസം ഹിമാലയം എന്നും അറിയപ്പെടുന്ന ഈ മേഖലയിലെ പ്രധാന കൊടുമുടിയാണ് നംച ബർവ. ഏതാണ് ഇവിടത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കൊടുമുടി? അറിയപ്പെടുന്ന പേര് ഏതാണ്? നംച ബർവ എന്ന് ഓർത്തുവെക്കുക. ഓക്കെ. അടുത്തത് ബ്രഹ്മപുത്ര, കാമെങ്, ലോഹിത്, സുബൻസിരി എന്നിവയാണ് പ്രധാന നദികൾ. കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ബ്രഹ്മപുത്ര, കാമെങ്, ലോഹിത്, സുബൻസിരി എന്നിവയാണ് എന്ന് ഓർത്തുവെക്കുക. ഓക്കെ. അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ബോഡില, മ്യാൻമാറുമായി ബന്ധിപ്പിക്കുന്ന ദിഫു തുടങ്ങിയവ പ്രധാന ചുരങ്ങളാണ്. അപ്പോൾ കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന ചുരങ്ങൾ ഏതൊക്കെയാണ്? ബോംഡിലയും മ്യാൻമാറുമായി ബന്ധിപ്പിക്കുന്ന ദിഫു തുടങ്ങിയ ചുരങ്ങൾ പ്രധാനപ്പെട്ടതെന്ന് ഓർത്തുവെക്കുക. അടുത്തത് പൂർവാചൽ കുന്നുകൾ എന്താണ്? അതായത് ബ്രഹ്മപുത്ര താഴ്വരയ്ക്ക് കിഴക്ക് ഹിമാലയ പർവ്വതം, വടക്ക് തെക്ക് ദിശയിൽ അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ താരതമ്യേന ഉയരം കുറഞ്ഞ കുന്നുകളായാണ് ഈ പൂർവാചൽ കുന്നുകൾ കാണപ്പെടുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് പിക്ചർ. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള ഈ കുന്നുകളെയാണ് പൂർവാചൽ കുന്നുകൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഏത് മുതൽ എത്ര മീറ്റർ ആണ്? 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ളതാണ് ഈ കുന്നുകൾ പൂർവാചൽ കുന്നുകൾ എന്ന് അറിയപ്പെടുന്നു. അതുപോലെ തന്നെ പട്കായ്ബും, നാഗാ കുന്നുകൾ, മിസോ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ എന്നിവയാണ് ഇവയിൽ പ്രധാനപ്പെട്ടവ. അപ്പോൾ ഈ പൂർവാചൽ കുന്നുകളിൽ മേഖലകളിൽ ഉള്ള കുന്നുകൾ ഏതൊക്കെയാണ്? പട്കായ്ബും, നാഗാ കുന്നുകൾ, മിസോ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ എന്നിവയാണ് പ്രധാനപ്പെട്ടവ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന, ഇതും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം എവിടെയാണ്? ചിറാപുഞ്ചി. അതുപോലെ തന്നെ മൗസിൻഡ്രം എന്നീ പ്രദേശങ്ങളും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ചിറാപുഞ്ചി, മൗസിൻഡ്രം. ഇത് ഓർത്തുവെക്കുക. അപ്പോൾ ഇതൊക്കെയാണ് പൂർവാചൽ മേഖലയിലുള്ളത്. അതുപോലെ നദികൾ മുറിച്ചു കടക്കുന്നതിനായി മരങ്ങളുടെ വേരുകൾ ചേർത്ത് നിർമ്മിക്കുന്ന പാലങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഇതാണ് ഈ പ്രദേശത്ത് ഉപയോഗിക്കുന്ന പാലങ്ങൾ എന്ന് പറയുന്നത്. ഈ പ്രദേശത്തെ മനുഷ്യർ പ്രകൃതിയോട് എത്രമാത്രം ഇണങ്ങി ജീവിക്കുന്നതെന്ന് ഈ ഒരു പാലം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ. അപ്പോൾ ഇതാണ് മേഘാലയയിലെ വേരുകൊണ്ടുള്ള പാലം എന്ന് ഓർത്തുവെക്കുക. അടുത്തത് കെയ്ബൂൾ ലംജാവോ, അതായത് ചലിക്കുന്ന ദേശീയോദ്യാനം എന്നറിയപ്പെടുന്നത് ഏതിനെയാണ് എന്ന് ചോദിച്ചാൽ ഏതിനെയാണ്? കെയ്ബൂൾ ലംജാവോ എന്ന് പറയുന്ന സ്ഥലമാണ് ചലിക്കുന്ന ദേശീയോദ്യാനമായി കണക്കാക്കുന്നത്. കെയ്ബൂൾ ലംജാവോ എന്ന് പറയുന്നതാണ് ചലിക്കുന്ന ദേശീയ ഉദ്യാനം എന്ന് അറിയപ്പെടുന്നത്. വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക്കിലാണ് കെയ്ബുൾ ലംജാവോ ദേശീയോദ്യാനം. തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യ അവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെടുന്ന തുരുത്തുകളാണ് പുംഡി എന്ന് പറയുന്നത്. അപ്പോ ലോക്തക് തടാകത്തിലെ പുംഡികൾ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഇതാണ്. അപ്പോൾ ചലിക്കുന്ന ദേശീയോദ്യാനം ഏതാണ്? കെയ്ബൂൾ ലംജാവോ എന്ന് പറയുന്നതാണ് ചലിക്കുന്ന ദേശീയോദ്യാനം. അതുപോലെ ഇവിടെ സസ്യങ്ങളും ചെറുജീവികളും പക്ഷികളും അടങ്ങുന്ന തനത് ആവാസ വ്യവസ്ഥയായ ലോക്തക് തടാകങ്ങളും പുംഡികൾ ചേർന്നതാണ് കെയ്ബൂൾ ലംജാവോ ദേശീയോദ്യാനം. അതുപോലെ തണ്ണീർത്തട സംരക്ഷണത്തിനായുള്ള രാംസർ എന്ന് പറയുന്നത് പട്ടികയിൽ ഉൾപ്പെടുന്ന ഇടം കൂടിയാണിത് എന്ന് ഓർത്തുവെക്കുക. അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചലിക്കുന്ന ദേശീയോദ്യാനം ഏതാണെന്ന് ഓർത്തുവെക്കുക, കെയ്ബൂൾ ലംജാവോ. ഓക്കെ. അടുത്തത് നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് കാലാവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇന്ത്യയുടെ വടക്കൻ അതിരായ ഹിമാലയൻ പർവ്വതവും തുടർ പർവ്വതങ്ങളും ചേർന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും മധ്യേഷ്യയ്ക്കും ഇടയിൽ ഒരു കാലാവസ്ഥ വിഭാജകം, അതായത് ക്ലൈമറ്റിക് ഡിവൈഡ് തീർക്കുന്നു.
ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ കാലാവസ്ഥ അതാത് പ്രദേശത്തിന്റെ ഉയരത്തിനും ഭൂപ്രകൃതിക്കും അനുസരിച്ച് വ്യത്യാസപ്പെട്ടേയിരിക്കും. ഓക്കെ. അതുപോലെ താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വത ചരിവുകളിലും സിവാലിക് മല അടിവാരങ്ങളിലും മിതോഷ്ണ കാലാവസ്ഥയായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വത ചരിവുകളിലും സിവാലിക് മലയടിവാരങ്ങളിലും ഏത് കാലാവസ്ഥയായിരിക്കും? മിതോഷ്ണ കാലാവസ്ഥ. എന്നാൽ ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ കുറഞ്ഞ താപനില